കേരളം ഇന്ന് സമുജ്വലമായൊരു തെരഞ്ഞെടുപ്പിന്റെ മുന്നേറ്റത്തിലാണ്. ഈ തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകുന്നതോടെ 8.5 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കേരളത്തിലാകമാനമുള്ള ജനപിന്തുണ കൂടുതൽ കരുത്തോടെ തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തേരക്കല തിരഞ്ഞെടുപ്പ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പ്രഖ്യാപിക്കാനാകും. നമുക്കറിയാം, 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചേലക്കര മണ്ഡലം ഇടത് ഹൃദയത്തിനോട് ചേരുന്നത്. സാധാരണ കാലം നമ്മൾ അടയാളപ്പെടുത്താറുണ്ട്, ക്രിസ്തുവിന് മുമ്പും ശേഷവും, എഡിയും ബിസിയും. ചേലക്കര അടയാളപ്പെടുത്തിയിട്ടുള്ളത് സഖാവ് കെ രാധാകൃഷ്ണന് മുമ്പും ശേഷവും എന്ന വിധത്തിലാണ്. 1996 സഖാവ് കെ രാധാകൃഷ്ണൻ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരികയും ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും മന്ത്രിയാകുകയും ചെയ്തതോടെ എല്ലാ വിധത്തിലുള്ള വികസന മുരടിപ്പിനെയും മാറ്റി പരവൂർ മുതൽ തിരുവില്ലാമല വരെ നീണ്ടുകിടക്കുന്ന ഈ ചേലക്കര അക്ഷരാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിയിൽ നിന്ന്, ഒരു ഗവൺമെന്റിൽ നിന്ന് എങ്ങനെ വികസനത്തിന്റെ കരസ്പർശം ഏറ്റെടുക്കാം എന്ന് തെളിയിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ പറയട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 1ഉം 2ഉം ഗവൺമെന്റുകൾ കഴിഞ്ഞ 8.5 വർഷക്കാലത്തിനിടയിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്ത വികസന നേട്ടത്തിന്റെ തേരിൽ അഭിമാനപൂർവ്വം ചേലക്കര പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി 8.5 വർഷം ഞങ്ങൾക്ക് നൽകിയതിനെല്ലാം നന്ദി. 8.5 വർഷക്കാലം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രദീപിന്റെ ഭൂരിപക്ഷത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ചേലക്കര ഇടതുപക്ഷ മനസ്സോടൊപ്പമാകും എന്ന് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിന് നൽകിയ ജനകീയ പ്രവർത്തനങ്ങൾ, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഭൗതിക വികസനത്തിന്റെ തേരിലേറി കേരളം യാത്ര ചെയ്യുമ്പോൾ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം നൽകുകയാണ്. സാമൂഹിക ക്ഷേമ പെൻഷൻ പോലും തരാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് 1,74,000 കോടി രൂപ കേരളത്തിന് നൽകാനുള്ളത് തകർക്കാനുള്ള ബോധപൂർവമായ നീക്കം കേന്ദ്ര ഗവൺമെന്റ് നടക്കുമ്പോൾ 3.5 കോടി മലയാളിയുടെ അഭിമാനകരമായ അവകാശങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ കേരളത്തെ തകർക്കാനുള്ള ശ്രമത്തിന് അപമാനകരമാം വിധം കേരളത്തിലെ പ്രതിപക്ഷം അതിന്റെ കൂട്ടുനിൽക്കുന്ന അനുഭവം കേരളത്തിൽ ഉണ്ടാവുകയാണ്.